നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചിയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് BHI 144-ന്റെ യൂണിറ്റ് 17 കൊളോണിയൽ ഹിസ്റ്ററി റൈറ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ കൊളോണിയൽ ഹിസ്റ്ററി റൈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയത്, ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? കാരണം ആ കാലഘട്ടത്തിൽ കൊളോണിയൽ പീരീഡിൽ, അതായത് ഇന്ത്യ കൊളോണി ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇന്ത്യനെ പറ്റി എങ്ങനെ പരാമർശിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഇതിൽ കൂടെ ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഇതില് നമ്മൾക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഹിസ്റ്റോഗ്രാഫി എന്ന് വെച്ചാൽ എന്താണ്. ഇതിൽ അഡ്മിനിസ്ട്രേറ്റർ, ആ കാലഘട്ടത്തിൽ കൊളോണിയൽ ഹിസ്റ്ററി റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമുക്ക് മനസ്സിലാവും, കൊളോണി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഈ ചരിത്രപരമായി എന്തെല്ലാം എഴുതിക്കൊണ്ടിരുന്നു, എങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയെ പറ്റിയും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് എന്നുള്ള ആ ടോപ്പിക്കിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ട് പരാമർശിച്ച് പോകുന്നത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ്, എത്ര വിധത്തിൽ വ്യത്യാസമുള്ള റിലേഷൻഷിപ്പാണ് കൊളോണിയിൽ അവർ പ്രാക്ടീസ് ചെയ്തിരുന്നതെന്നുള്ള പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ഐഡിയോളജിക്കലായിട്ട് പറയുമ്പോൾ, ആദ്യമായിട്ട് നമ്മൾക്ക് പറയുമ്പോൾ, ഇത് ഒറ്റ വിധത്തിൽ, ഒരേ വിധത്തിൽ യൂണിഫോം ആയിട്ടാണോ എഴുതിയിട്ടുള്ളത്? അപ്പോൾ കൊളോണിയൽ ഹിസ്റ്റോഗ്രാഫി യൂണിഫോം ആയിട്ടല്ല എഴുതിയിരിക്കുന്നത്. ഇത് ഒരു കാലഘട്ടത്തിൽ, 200 വർഷങ്ങളോടുള്ള കാലഘട്ടത്തിൽ, 18-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്ത് നിന്ന് എഴുതിയിട്ട് വരുന്ന കഥകളാണ്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഒരു ചരിത്രപരമായിട്ടാണ് കൂടുതലായിട്ട് നോക്കുന്നത്. ആ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഈ റൈറ്റിങ്ങിനെ, അല്ലെങ്കിൽ ഈ എഴുത്തിനെ തന്നെ ബേസിക് ആയിട്ട് നമ്മൾ 3 വിധത്തിലാണ് ഹിസ്റ്റോഗ്രാഫി എഴുതിയിട്ടുള്ളത്. ഒന്ന് ഓറിയന്റലിസ്റ്റ്, രണ്ടാമത്തത് പറയുമ്പോൾ ഇവാഞ്ചലിസ്റ്റ്, മൂന്നാമത്തത് പറയുമ്പോൾ ആംഗ്ലിക്കനിസ്റ്റ്. അപ്പൊ ഇതിൽ എന്താണ് നമ്മൾ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഹിസ്റ്ററിയിൽ കൂടെ കാണാവുന്നതാണ്. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്ത് യൂറോപ്യൻ പാറ്റേൺസിൽ, അല്ലെങ്കിൽ യൂറോപ്യൻ കാലഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് വരികയും അവർ ഇവിടെ വരികയും കാലക്രമേണ ബിസിനസ്സിന് വേണ്ടിയിട്ട് വരുന്നു. അപ്പൊ ഇവിടെ ഈ 18-ാം നൂറ്റാണ്ടിൽ, ആ കാലഘട്ടങ്ങളിൽ ചരിത്രപരമായിട്ട്, അല്ലെങ്കിൽ വളരെ വ്യത്യാസമായിട്ട് ആലോചിക്കുന്നവര്, വോൾട്ടയറും എല്ലാം, അവർ യൂറോപ്യൻ കൊളനൈസേഷന്റെ കാര്യഘട്ടങ്ങൾ, അല്ലെ ഏഷ്യയിൽ എങ്ങനെയായിരുന്നു അവരുടെ പെരുമാറ്റങ്ങൾ, എൻലൈറ്റ്മെന്റിനെ പറ്റിയും എടുത്തു പറയുന്നു. അതിനെയാണ് നമ്മൾ ഇന്ത്യന്റെ തോട്ട് എന്താണ് എന്നുള്ള ലെവലില്, ആ ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് ഇൻഫ്ലുവൻസ് എത്രത്തോളം വന്നിട്ടുണ്ടാവണം എന്നുള്ളതിനാണ് ഓറിയന്റലിസം എന്ന് പറയാം. ഇതിൽ കൂടെ ഇന്ത്യൻ സിവിലൈസേഷൻ, അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിനെ പറ്റിയും ഇന്ത്യൻ പെർസ്പെക്റ്റീവിനെ പറ്റിയും നോളജ് സിസ്റ്റത്തിനെ പറ്റിയും ഒക്കെ വില്യം ജോൺസ് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതിലെ പരാമർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യയിൽ ചരിത്രപരമായിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു ഏൻഷ്യന്റ് ഇന്ത്യ ടൈമില്, അങ്ങനെ അതിനെ മിഡീവൽ പീരീഡിലേക്ക് കൊണ്ടുവരികയും, ആ മിഡീവൽ പീരീഡില് സമയത്ത് നമ്മൾ ഒരു ഡാർക്ക് ഏജിലാണ്. യൂറോപ്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡാർക്ക് ഏജ് എന്നാണ് അതിനെ യൂറോപ്യൻ ഹിസ്റ്ററിയിൽ പറയാ, അല്ലെങ്കിൽ യൂറോപ്യൻ മിഡിൽ ഏജസിൽ പറയാം. അത് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇവാഞ്ചലിക്കൽ ട്രെൻഡാണ്. ഇവാഞ്ചലിക്കൽ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇവര്, അതായത് ഈ വിധത്തിലുള്ളവര് ഇന്ത്യൻ ട്രഡീഷനെ പറ്റി എല്ലാ വിധത്തിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഇവാഞ്ചലിക്കൽ. അപ്പൊ അവരുടെ ഐഡിയ പ്രകാരം ക്രിസ്ത്യാനിറ്റീന്റെ സ്പ്രെഡിങ്ങും നമ്മൾ പഠിച്ചിട്ടുണ്ട് റിനൈസൻസ് റിഫർമേഷൻ പീരീഡില്, 18-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ആ റിനൈസൻസിന്റെയും റിഫർമേഷന്റെയും ഒക്കെ പീരീഡില് അവിടെയാണ്, യൂറോപ്പിലാണ്, ഇംഗ്ലണ്ടിലും യൂറോപ്യൻ കൺട്രികളിലും ക്രിസ്ത്യാനിറ്റി ആദ്യമായിട്ട് തുടങ്ങുന്നു. ആ ക്രിസ്ത്യാനിറ്റീന്റെ കോമ്പിനേഷനിൽ ഇവിടെ വരുമ്പോൾ, ഇവിടെ ഉള്ള ഇന്ത്യൻ കോൺസെപ്റ്റും അവരുടെ കോൺസെപ്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നതിനാണ് നമ്മൾക്ക് വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യൻ ജനതയുടെ വിശ്വാസങ്ങൾ, ഇന്ത്യൻ ജനതയുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വിധത്തിലുള്ള വിശ്വാസങ്ങൾ, പല വിധത്തിലുള്ള വിശ്വാസങ്ങളും ഐഡിയൽ വർഷിപ്പൊക്കെ പറ്റിയും ക്രിസ്ത്യാനിറ്റി എടുത്തു പറയുന്നുണ്ട്. അതാണ് നമ്മൾ ഇവാഞ്ചലിക്കൽ ട്രെൻഡ്, അത് ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഇന്ത്യൻ ട്രഡീഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരാണ്. റിലീജിയസ് പെർസ്പെക്റ്റീവ്, ക്രിസ്ത്യാനിറ്റി എന്നുള്ള ആ റിലീജിയസ് പെർസ്പെക്റ്റീവിൽ കൂടെ ഇന്ത്യൻ ട്രഡീഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ഇവര്.
അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ആംഗ്ലിക്കൻ സ്റ്റാൻഡേർഡ് ലെവൽ എന്താണ്. അവർ എൻലൈറ്റ്മെന്റ് എന്നുള്ള ലെവലാണ് വരുന്നത്. ഈ എൻലൈറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? സെക്കുലറിസം ആണോ, അല്ലെങ്കിൽ ഈ സിവിലൈസേഷനെ പറ്റി പുതിയ വിധത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അഡ്മിനിസ്ട്രേഷനോ, എഡ്യൂക്കേഷനലോ, ഇക്കണോമിക് ഇംപ്രൂവ്മെന്റ് കൊളോണിയൽ ഗവൺമെന്റ് വഴി ഇന്ത്യയിൽ കൊണ്ടുവരാവുന്നതിനെ പറ്റിയാണ് ഈ ആംഗ്ലിക്കനിസ്റ്റ് എടുത്തു പറയുന്നത്. അവര് പറയുന്നത് വെസ്റ്റേൺ സിവിലൈസേഷൻ എല്ലാ വിധത്തിൽ നോക്കിയാലും സുപ്പീരിയർ ആണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഈ ഇതിനെപ്പറ്റി പരാമർശിച്ചു പോകുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് നമ്മൾക്ക് എൻലൈറ്റൻ ചെയ്യാനാണ്, അല്ലെങ്കിൽ നമ്മളെ ബോധോദയമാക്കാനാണ്, നമുക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരാനുള്ള വിധത്തിൽ എൻലൈറ്റ്മെന്റ് എന്നാണ് നമ്മൾ പരാമർശിച്ചു പോയിട്ടില്ല. അപ്പൊ ജെയിംസ് മില്ലാണ് ഈ കോൺസെപ്റ്റിനെ വളരെ ക്ലിയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നവര്, ചരിത്രപരമായ കഥകൾ, ചരിത്രത്തെ എഴുതുന്നവര്, ചിലര് മിക്സഡ് ടെൻഡൻസി, അതിനെയും ഇതിനെയും കൂടെ മിക്സ് ചെയ്തിട്ട്, അതായത് അപ്രീഷിയേഷനും ചെയ്യുന്നുണ്ട്, ക്രിട്ടിക്കലായിട്ടും ഇന്ത്യനെയും ഇന്ത്യയുടെ ചരിത്രത്തെയും ഇന്ത്യയുടെ കൾച്ചറിനെയും പരാമർശിക്കുന്നു. രണ്ടും ചെയ്യുന്നു ഒരുമിച്ച് കോമ്പിനേഷനിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഹിസ്റ്റോറിക്കലായിട്ട് അതല്ലെങ്കിൽ ചരിത്രപരമായിട്ട് അത് നറേറ്റീവ് ചെയ്തു വരുമ്പോൾ എന്നുള്ള ലെവലിലാണ് നമ്മൾ കാണാൻ പറ്റുക. ഇനി ഇതിന്റെ കൂടാതെ ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പല വിധത്തിലുള്ള ട്രെൻഡുകളുണ്ട്. ഈ ട്രെൻഡ് എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ആ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൽ കൂടെ കോമൺ ആയിട്ടുള്ള എല്ലാ ട്രെൻഡിലും കോമൺ ആയിട്ടുള്ള കൊളോണിയൽ ഹിസ്റ്റോഗ്രാഫിനെയാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഇവിടെ കൊളോണിയൽ ഹിസ്റ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ചെയ്യുന്നത് എന്താണ്, ബ്രിട്ടീഷ് കൊളോണിയൽ ഇന്ത്യനെ പറ്റിയാണ് എടുത്തു പറയുന്നത്. ആ എടുത്തു പറയുമ്പോൾ ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ചരിത്രപരമായി അവർ ക്രിട്ടിക്കലായിട്ട് ചില കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട്. അത് മാത്രമല്ല അതിനെ ഹോളായിട്ട് ഇന്ത്യ മുഴുവൻ ഇങ്ങനെയാണ് എന്നുള്ള ഒരു അഭിപ്രായം കൂടെ അവിടെ കരുതുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത് വരുന്ന കൂടെങ്കിലും അതെങ്ങനെയാണ് ബ്രിട്ടീഷ് ടൈമിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നു. പിന്നെ കൂടാതെ അവർ വിശ്വസിച്ചിരുന്ന എന്താണ്, ഈ ഇന്ത്യൻ സാമ്രാജ്യം അല്ലെങ്കിൽ ഇന്ത്യൻ സിവിലൈസേഷൻ ഒരു താഴ്ന്ന തരത്തിലുള്ള ലോവർ സ്റ്റേജിലുള്ള ഒരു സിവിലൈസേഷനാണ്. ഇതിൽ അത്ര വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് സിവിലൈസേഷനെയും ബ്രിട്ടീഷ് കൊളോണിയലും അവര് ഭയങ്കര എൻലൈറ്റൻഡ് എന്ന് വെച്ചാൽ ഉയർന്നവർ എന്നുള്ള ലെവലത്തിലുള്ള ആ ഫീലിംഗ് ആണ് അവിടെ വരുന്നത്. വെസ്റ്റേൺ സയൻസ്, ടെക്നോളജി ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, കോളനി ടൈം ആയതുകൊണ്ട് നമ്മൾ 18ാം നൂറ്റാണ്ടിൽ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ടിൽ നടക്കുകയും ഫ്രാൻസിൽ നടക്കുക, യൂറോപ്യൻ കൺട്രിയിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നു. ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാരണം എന്താന്ന് വെച്ചാൽ സയൻസ് ആൻഡ് ടെക്നോളജി അഡ്വാൻസ്മെന്റ് ആണ്, നോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അങ്ങനെയാണ് അവര് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ മാസ് പ്രൊഡക്ഷൻ യൂസിങ് ദി മെഷീനറീസ്, ഹാൻഡ് മെയ്ഡ് അല്ല, യൂസിങ് ദ മെഷീനറീസ് ആണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് പരാമർശം. അപ്പൊ അങ്ങനെ പരാമർശത്തിൽ കൂടെ ആ സയൻസ്, വെസ്റ്റേൺ പാശ്ചാത്യ സയൻസും അവരുടെ ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു മോഡേൺ തരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. ഇവിടെ ബാക്ക്വേർഡ്നെസ്, ഇന്ത്യ വളരെ പുരാതനമായ പഴയ കഥകൾ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ മണ്ടന്മാർ എന്നുള്ള ലെവലിലാണ് അവർക്കൊരു അഭിപ്രായം നമ്മളെ പറ്റി. ഇനി കണ്ടംപററി വെസ്റ്റേൺ സിവിലൈസേഷനിൽ നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് റെസ്പെക്ട് ഉള്ളത് ഇന്ത്യൻ സിവിലൈസേഷൻ, ഇന്ത്യൻ വാല്യൂസ്, വെസ്റ്റേൺ വാല്യൂസ് ഉണ്ട്. അപ്പോ ഇതിനെ പരാമർശിച്ചു പോകുന്നു. ഈ ലോവർ ഗ്രേഡിലുള്ള ഇന്ത്യയെ മോഡേൺ സിവിലൈസേഷനിലേക്ക്, പ്രോഗ്രസിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. കൂടാതെ ജനറലായിട്ട് വിശ്വസിച്ചിട്ടുള്ളത് എന്താണ്, ഇന്ത്യയിലെ ഒരു കഥയില്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ചരിത്രമില്ല. അങ്ങനെ ചരിത്രപരമായി ഇന്ത്യയെ പറ്റി ഒന്നും വളരെ ഒരുപാടൊന്നും പറയാനില്ല. എന്താല്ല കുറെ പഞ്ചതന്ത്ര കഥകൾ മാതിരിയും അല്ലെങ്കിൽ പരാമർശം പല വിധത്തിലുള്ള മിഥ്യാബോധങ്ങളും എല്ലാം വെച്ചിട്ടുള്ള ഒരു ആകമൊത്തം ഒരു കഥ നമ്മൾ പഞ്ചതന്ത്ര കഥ കേൾക്കുന്ന മാതിരിയുള്ള ഒരു കഥയാണ് ഉള്ളത്. അല്ലെങ്കിൽ ഇവർക്ക് പൂർവികമായിട്ട് വലുതായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് അഭിപ്രായം. ഇവിടെ കൊളോണിയൽ ഹിസ്റ്റോഗ്രാഫിയിൽ വരുമ്പോൾ
ഇന്ത്യയെ പരാമർശിച്ച് തുടങ്ങുന്നത് എങ്ങനെയാ വെച്ചാല് ഈ വില്ലേജ് സ്റ്റാഗ്നന്റ് ആയ വില്ലേജ് സൊസൈറ്റി എന്നാണ്. അതായത് വളരെ ഗ്രാമത്തിൽ വളരെ അത്രയൊന്നും കൾച്ചർ ഇല്ലാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാത്ത, അല്ലെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി അറിവില്ലാത്ത ഒരു ഗ്രാമീണ പശ്ചാത്തലം ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ കൊളോണിയൽ ഹിസ്റ്റോറിയൻസ് നമ്മൾ ഇതിനെപ്പറ്റി ഇന്ത്യൻ സൊസൈറ്റിനെ തന്നെ പല വിധത്തിൽ വിഭജിച്ചിട്ടുണ്ട്. വിഭജിക്കൽ എന്ന് വെച്ചാൽ കാസ്റ്റിനെ ബേസ് ചെയ്ത് വിഭജിക്കുക, തരംതിരിക്കുക, കമ്മ്യൂണിറ്റി ബേസ്ഡ് ചെയ്ത് തരംതിരിക്കുക. അതേമാതിരി ഇങ്ങനെ ഓരോ അൺടച്ചബിൾസ്. അപ്പോൾ ഈ രാജ്യത്തിലുള്ള സൊസൈറ്റിയിലുള്ള ഈ രാജ്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ തന്നെ പല വിധത്തിൽ വിഭജിച്ചിട്ടാണ് ഭരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ യൂണിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ടാണല്ലോ ഈ കൊളോണിയൽ ഗവൺമെന്റിന് എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ പിടിച്ചടക്കാനും അവരുടെ കാര്യങ്ങൾ മ്യൂച്വൽ വെൽഫെയർ എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരാനും പറ്റിയതെന്ന് വേണമെങ്കിൽ പറയാം. കൊളോണിയൽ ഹിസ്റ്ററിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, കൂടുതലായിട്ട് എതിർത്ത് പ്രൊമോട്ട് ചെയ്ത് ഉത്സാഹത്തോടെ ചെയ്തിട്ടുള്ളത് ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയും. ഈ ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് വെച്ചാൽ ഒരു രാജാവ്, ഡെസ്പോട്ടിക് ആയിട്ടുള്ള രാജാവിന്റെയാണ് വ്യത്യാസം. ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുമ്പോൾ എല്ലാ രാജാക്കളും ഒരു ഓട്ടോക്രാറ്റിക് ഡെസ്പോട്ടാണ്. അത് അവരുടെ സ്വന്തമായ ഇഷ്ടങ്ങളെ നടപ്പിലാക്കുന്ന ഒരു രാജാവ് എന്നുള്ളതാണ് ഡെസ്പോട്ട് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പോ ഈ പൊളിറ്റിക്കൽ ഇന്ത്യയെ പറ്റി വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ പരാമർശിക്കുമ്പോൾ ബേസിക്കലായിട്ട് നമ്മൾ ഒരു ഡെസ്പോട്ടിക് റൂളറാണ്, അല്ലെങ്കിൽ രാജാവിന്റെ ഭരണം രാജ്യഭരണത്തിൽ കൂടെ പോവാണ്. അപ്പോൾ ഈ കൊളോണിയൽ ഗവൺമെന്റ്, അതായത് കോളനി ആയ ശേഷം ഒരു ഡെമോക്രസിന്റെ പാതയിലേക്ക് എടുത്തു വരാൻ തുടങ്ങി. അതായത് ജനങ്ങൾ ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലാക്കാൻ തുടങ്ങി, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റൂൾ എന്താന്ന് മനസ്സിലാക്കാൻ തുടങ്ങി, ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ആ ജനാധിപത്യം എന്നുള്ളതിന്റെ ആ പ്രതിപത്തി ഇവിടെയും ഭരിക്കാൻ തുടങ്ങി എന്നാണ് അതിൽ പരാമർശിച്ചു വരുന്നത്. പിന്നെ കൂടുതലായിട്ട് പറയുമ്പോൾ ഹിസ്റ്റോറിയൻസ് ക്രിട്ടിക്കലായിട്ട് ഇതിനെ പറയുന്നുണ്ട്. അതായത് വളരെ കുറച്ച് ഇന്ത്യൻസ്, ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്, അതായത് ഇവിടെ ആ കാലഘട്ടങ്ങളിൽ നമ്മൾ സാൻസ്ക്രിറ്റ് ആണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. കൂടാണ്ട് റീജിയണൽ ലാംഗ്വേജസും, ഏതേത് റീജിയനിൽ ഏതേത് ലാംഗ്വേജസ് ആണ് ലോക്കലായിട്ടുള്ള അത് മെയിനായിട്ട് നിന്ന് വരുന്നത് സാൻസ്ക്രിറ്റ് ആണ്. ആ സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മിൻസ് ആണ്. അപ്പോൾ ബാക്കി എല്ലാവർക്കും അത് പഠിക്കാനുള്ള സൗകര്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിൽ പഠിക്കാൻ പറ്റാണ്ട് വരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷിന്റെ വരവോടുകൂടി അവരുടെ മിഷനറി വർക്കിൽ കൂടെ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ കാര്യങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുക എന്നുള്ളത്, അതാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അവർക്ക് പരാമർശിക്കാനും ഇന്ത്യയുടെ കാര്യങ്ങളും പുറം വേൾഡിലുള്ള കാലങ്ങളും ഇംഗ്ലീഷിൽ കൂടെ മനസ്സിലാക്കുകയും അവര് എത്രത്തോളം നാഷണലിസ്റ്റ് മൂവ്മെന്റിനെ വളർത്തിക്കൊണ്ടുവന്ന് നമുക്ക് നേരത്തെ കാണാൻ പറ്റുന്നതാണ്, നേരത്തെ അടുത്ത കാലങ്ങളിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യൻസിന്റെ അവരുടെ ഒരു പരാതി എന്താ വെച്ചാൽ അൺഗ്രേറ്റ്ഫുൾ ആണ്. എന്താണ്, ബ്രിട്ടീഷ് റൂളാണ് നല്ലതെന്നുള്ളതിന്റെ ഒരു അവര് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സഹായിക്കുന്നു എന്ന വിധത്തിലാണ് ക്രിസ്ത്യൻ മിഷനറീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരോട് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ധർമ്മമുണ്ട്, അവരെ സഹായിക്കുക എന്നുള്ളത്. അത് തന്നെ വെച്ചുകൊണ്ടാണ് അവർ ഒരു ട്രംപ് കാർഡുമാരെ തന്നെ കൊടുത്തുകൊണ്ടത്. പക്ഷെ കാലക്രമേണ ഇതിനെ അതായത് ഇംഗ്ലീഷ് പഠിച്ചപ്പോഴാണ്, ഇംഗ്ലീഷ് മീഡിയത്തിൽ കൂടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് ഇവരുടെ വ്യത്യാസമായിട്ടുള്ള പെരുമാറ്റങ്ങളും വ്യത്യാസമായിട്ടുള്ള ഗ്രോത്ത്, നാഷണലിസത്തിന്റെ ഗ്രോത്ത് ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊളോണിയൽ ഹിസ്റ്ററിയിൽ പറയുന്നത് എന്താ വെച്ചാല്, ഓരോ കാലഘട്ടങ്ങളിലും എന്തൊക്കെ റിലേഷൻസ് ഡെവലപ്പ് ആവുന്നുണ്ടോ അതിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. നെഗറ്റീവ് ആണ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് ചരിത്രകാരന്മാർ പ്രത്യേകമായിട്ട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ചരിത്രകാരന്മാരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് പറയുമ്പോൾ നമ്മൾക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് എലിയറ്റ് എന്ന് പറഞ്ഞ
ജോൺ ഡേവ്സന്റെ എഡിറ്റർ ഓഫ് എലിയറ്റിനെ പറ്റി എടുത്ത് പരാമർശിക്കാൻ പറയേണ്ടി വരുന്നു. കൂടാതെ വേറെ രണ്ട് ഹിസ്റ്റോറിയൻസ് ഉണ്ട്, മൗണ്ട് സ്റ്റാർട്ട് ആൻഡ് സ്റ്റീഫൻസ്റ്റൺ, വിൻസെന്റ് സ്മിത്ത്. ഇവർ രണ്ടുപേരും ഇന്ത്യൻ ചരിത്രത്തെ അല്ലെങ്കിൽ കാലഘട്ടത്തിനെ ക്രിട്ടിക്കലായിട്ട് അത്രയധികം ഇല്ലെങ്കിൽ കൂടെയും വളരെ കുറച്ചായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജെയിംസ് മിൽ എന്താണ് ചെയ്തതെന്ന് നോക്കാം. ജെയിംസ് മിൽ എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള ഒരു ഓഫീസ് ബെയറർ വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ഏറ്റവും ഹിസ്റ്റോഗ്രാഫി എഴുതുന്ന കാലഘട്ടത്തിൽ ജെയിംസ് മില്ലിന്റെ കാലഘട്ടം 1773 മുതൽ 1836 വരെയാണ്. അതാണ് ഫൗണ്ടർ ഓഫ് കൊളോണിയൽ ഹിസ്റ്റോഗ്രാഫേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങേരുടെ റൈറ്റിംഗ് ആയ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് 1806 1818 6 വോളിയത്തിലായിട്ട് പബ്ലിഷ് ചെയ്യുന്നു. അതിൽ കൂടെ ഈ ബ്രിട്ടീഷ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ 19ാം നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പരാമർശിക്കുന്നു. അപ്പോൾ ടൈറ്റിലായിട്ടുള്ള ഹിസ്റ്ററി ബ്രിട്ടീഷ് ഇന്ത്യയുടെ 3 വോളിയത്തിൽ കൂടെ ഏൻഷ്യന്റ്, മിഡീവൽ ആൻഡ് ബ്രിട്ടീഷ് റൂൾ, ഇങ്ങനെയാണ് അതിനെ തരംതിരിച്ച് കൊണ്ടുവരുന്നത്. അതിനെ പറ്റി ഓറിയന്റലിസ്റ്റ് പറഞ്ഞതിനെ പറ്റിയും വില്യം ജെയിംസ് പറയുന്നത് ഇങ്ങനെയാണ്: സോഴ്സ് ഓഫ് ദ ഡീപ്പസ്റ്റ് എന്നുള്ളതല്ല, ഏറ്റവും കൂടുതലായിട്ടുള്ള ഇന്ത്യൻ സിവിലൈസേഷൻ പ്രജുഡീസ് ആണ് അല്ലെങ്കിൽ മതപരമായിട്ടുള്ളതാണെന്നുള്ള ഒരു അഭിപ്രായമാണ് അങ്ങർക്ക് വരുന്നത്. മില്ല് ഇതേ സമയം തന്നെ മെറ്റീരിയൽസ് പല സ്ഥലത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യും, അതിനെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്യിക്കുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് തൻ്റെ പുസ്തകത്തിൽ കൂടെ. ഇത് കൂടാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഇൻഡു സിവിലൈസേഷനെ പറ്റിയാണ്. ഇൻഡു സിവിലൈസേഷൻ വളരെ യങ് ആയിട്ടുള്ള സിവിൽ സർവൻസിന്റെ ലെവലിൽ കൂടെ അതിനെ പരാമർശിച്ചു പോകുന്നു. ഇനി മില്ല് കൺസീവ് ചെയ്യുന്നത് ഹിസ്റ്ററിയിലെ പ്രോസസ് ഓഫ് സിവിലൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പുരോഗതിക്കുള്ള ഒരു പ്രോസസ്, ഒരു തുടക്കം. അപ്പൊ ആ തുടക്കത്തിൽ കൂടി മനസ്സിലാക്കി വളരെ ഇവല്യൂഷണറി ഗ്യാപ്പിലാണ് വരുന്നത്. പ്രോഗ്രഷൻ വെസ്റ്റ് മാതിരി അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യം മാതിരി ഇന്ത്യയെ പതുക്കെയാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ജെയിംസ് മിൽ എന്താ ചെയ്യുന്ന വെച്ചാല് ഇതിനെ 3 കമ്പാർട്ട്മെന്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ 3 കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ 3 വിഭാഗിച്ചിട്ടാണ് മില്ല് പരാമർശിക്കുന്നത്. ആദ്യത്തെ വെച്ചാൽ ഹിന്ദു, അതായത് ഇവിടത്തെ ജനത, ഹിന്ദു ജനത. പിന്നത്തേതായിട്ട് വരുന്നത് മുസ്ലിം, പിന്നത്തേതായിട്ട് വരുന്നത് ബ്രിട്ടീഷ്. അപ്പൊ ഇങ്ങനെ വിശ്വാസം എന്താന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാരുടെ വിശ്വാസം എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ റൂളേഴ്സ് എല്ലാം അല്ലെങ്കിൽ ഇന്ത്യൻ രാജാക്കന്മാരെല്ലാം ഡെസ്പോട്ടിക് ആണ്, ഞാൻ തന്നെ വലുത് എന്നുള്ള ഫീലിംഗ് ആണ് ഡെസ്പോട്ടിക് എന്ന് പറയാ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനെ ബാക്കിയുള്ള സിവിലൈസേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല. യൂറോപ്യൻസ് ആണ് ഏറ്റവും ടോപ്പിൽ എന്നാണ് അവരുടെ അഭിപ്രായം. മില്ല് പറയുന്നു അതിനെ റിജക്ട് ചെയ്യുക. അത് റിജക്ട് ചെയ്തിട്ട് പറയാണ്, എല്ലാ കാലഘട്ടത്തിലെയും നമ്മൾ പരാമർശിച്ച് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഇന്ത്യൻ സിവിലൈസേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ജെയിംസ് മില്ലിന്റെ അഭിപ്രായം. ജെയിംസ് മില്ല് എടുത്തു പറയുന്നു, ഹൈഡൌട്ട്സ് സൊസൈറ്റിന്റെ ഹൈഡൌട്ട്സ് ഒന്നും അല്ല, പക്ഷെ ഇവര് സൂപ്പർസ്റ്റിഷ്യസ് പ്രീസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ അന്ധവിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കാരെന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. ഇനി അടുത്തതായിട്ട് മില്ല് എങ്ങനെയാണ് ഹിന്ദുയിസത്തിനെ കാണുന്നത് വെച്ചാൽ ഇൻകോഹിറന്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഇറാഷണൽ ആയിട്ടുള്ള ഒരു ബിലീഫ്. അതായത് ബ്രാഹ്മണ മേധാവിത്വം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ആ ലാംഗ്വേജ് വേറൊന്നിനും, ലാംഗ്വേജ് റിലീജിയസ് ടെക്സ്റ്റായ വേദത്തിൽ നിന്നും അതേമാതിരി തന്നെ ബാക്കിയുള്ള പുരാണങ്ങളിൽ നിന്നുമാണ് ഇന്ത്യയുടെ പറ്റിയുള്ള കഥകളായിട്ട് നമ്മൾക്ക് അറിയുന്നത്. അപ്പൊ ഈ കഥകളെല്ലാം ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഇതിനെ ഒരു സ്പെസിമെൻ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു 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 പഞ്ചതന്ത്ര കഥ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഐഡിയാസ് ഒക്കെ ഹിന്ദുയിസത്തില് അബ്സല്യൂട്ട് ആയിട്ടും എഴുതി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ചരിത്രത്തിനെ പറ്റി വേറെ ഒരു
ബ്രിട്ടീഷുകാരനാണെങ്കിൽ ഫോറിനറാണ് പരാമർശിക്കുന്നത്. ഈ ഏൻഷ്യൻ കാലഘട്ടത്തിൽ ജെയിംസ് മില്ല് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് മഹാഭാരതവും രാമായണവും. മഹാഭാരതം രാമായണം എന്ന് വിളിച്ചത് നാച്ചുറൽ ആയിട്ടുള്ള കഥകൾ രാജകഥകൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ആ രാജകഥകളെയും ഡൗൺഗ്രേഡ് ചെയ്ത് ഇന്ത്യൻ സിവിലൈസേഷനെയും കൾച്ചറിനെയും കുറച്ചാണ് പരാമർശിച്ചിട്ടുള്ളതും അക്സെപ്റ്റ് ചെയ്യുന്നതും. കൊളോണിയൽ ആയിട്ട് എപ്പോഴും വരുന്നോ അപ്പോൾ ഈ ബ്രിട്ടീഷ് റീഡേഴ്സിന്റെ മനസ്സിൽ കൂടെ പോവാം എന്നുള്ളതാണ് അഭിപ്രായം. ഇനി അടുത്തതായിട്ട് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് മൺഡേ സ്റ്റുവർട്ട് എൽഫിൻസ്റ്റൺ. ജെയിംസിന് ശേഷം അല്ലെങ്കിൽ 1779 മുതൽ 1859 വരെ ജെയിംസിന്റെ ശേഷം എൽഫിൻസ്റ്റൺ താമസിക്കുന്ന ഇന്ത്യയിൽ കുറെ കാലം അംബാസഡറും സ്കോളറുമായിരുന്നു. അപ്പോൾ അങ്ങയുടെ ഫാമിലിയാരിറ്റി അല്ലെങ്കിൽ അങ്ങയുടെ പ്രതിപത്തി ഇതിൽ വളരെ ലാംഗ്വേജിലും സോഷ്യൽ ആയിട്ടുള്ള സൊസൈറ്റിയിലും ലാംഗ്വേജ് ലിറ്ററേച്ചറിലും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രിട്ടിക്കലാണ് മിൽ ഹിസ്റ്ററിനെ പറ്റി, സിനിക്കലായിട്ടും ക്രിട്ടിക്കലാണ്. പക്ഷെ എങ്കിൽ കൂടിയും മില്ല് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അത് മാത്രമല്ല ഈ തന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അങ്ങേരും തയ്യാറാവുന്നില്ല. എൽഫിൻസ്റ്റൺ പെട്ടെന്ന് ക്രിട്ടിക്കൽ ആവുകയും ആ വർക്കിൽ കൂടെയാണ് പ്രിജുഡീസ് ആയിട്ടുള്ള ഇന്ത്യൻസിനെ പറ്റി നമ്മൾ അറിയുന്നത്. എൽഫിൻസ്റ്റന്റെ ഹിസ്റ്ററിയില് മുഹമ്മദൻ ഈറ എന്ന് വേണമെങ്കിൽ പറയാം. ആ മുഹമ്മദന്റെ കാലഘട്ടത്തിൽ അൺഫർണിഷ്ഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ദ ഈസ്റ്റ്, നമ്മളുടെ കിഴക്ക് വശത്തുള്ള ബ്രിട്ടീഷുകാരുടെ പവർ എന്താണെന്ന് അതിൽ പരാമർശിക്കുന്നു. ആ ട്രാവൽ ഡോക്യുമെന്റിൽ കൂടെ മില്ല് പല വിധവിധമായിട്ടുള്ള ഡിഫറൻസ് ആയിട്ടുള്ള ഫീലിങ്സിനെയാണ് റെപ്രസെന്റ് ചെയ്തത്. ഇന്ത്യൻ കൾച്ചറിനെയും അച്ചീവ്മെന്റ്സിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേമാതിരി തന്നെ യൂറോപ്യൻ കൾച്ചറിനെയും എടുത്തു പറയുന്നു. അപ്പോ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, പല വിധത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ടായിട്ട് കൂടിയും, ഫിലോസഫി ഉണ്ടായിട്ട് കൂടിയും, റിലീജിയസ് ആയിട്ട് കൂടിയും ഹിന്ദുസ് ഒരു ഹയർ കണ്ടീഷനിൽ ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഹൈ ലെവലിൽ ഉള്ള ഒരു രാജ്യത്തിൽ ജീവിക്കുന്നവരാണ്. അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ഫിലോസഫി ആയിട്ടോ അവരുടെ മോറൽ ആയിട്ടുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒക്കെ വളരെ പരിതാപകരമല്ല, ഡിപ്രഷൻ സ്റ്റേറ്റിലല്ല. പക്ഷെ അവർ ഇക്വാളിറ്റി, യൂറോപ്യൻ ലെവലിലുള്ള ഇക്വാളിറ്റീനെ പരാമർശിച്ചിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് എന്നാണ് അർത്ഥം. ഇപ്പൊ ഇവിടെ ലേണിംഗ് ആയിട്ട് വരുമ്പോൾ ഇന്ത്യയുടെ അധികാരങ്ങളെ പറ്റിയോ കൾച്ചറിനെ പറ്റിയോ നമ്മൾ പരാമർശിച്ചു. ഇതിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, പുരാതന കാലമായ ഇന്ത്യൻസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ കൂടിയും അവരുടേതായ ഒരു ജീവിതത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ വളർന്നു വരികയാണ്. അപ്പൊ ഇതിനെ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയാം, അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയാം, ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് എന്ന് പറയാം, എന്ത് പറഞ്ഞാലും വിരോധമില്ല. ഇതിനെ മനുഷ്യരാശിയിലുള്ള ലോവസ്റ്റ് റാങ്ക് എന്നാണ് നമ്മൾ പറയുന്നത്. കൂടാണ്ട് ഫസ്റ്റ് നവാബ് എന്ന് വെച്ചാൽ കിങ് എന്ന് വെച്ചാൽ രാജാവ് എന്നർത്ഥം. നവാബ് എന്ന് പറയുമ്പോൾ അത് ഒരു നവാബ് ഔദിന്റെ നവാബ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മർച്ചന്റ് ആണ്, ബിസിനസ്സുകാരനാണ്. ഫസ്റ്റ് പെഷവാണ്, ഒരു വില്ലേജ് അക്കൗണ്ടന്റ് ആണ്. ആൻസിസ്റ്റേഴ്സ് ഹോളക്കാർ ഇങ്ങനെ വന്ന് സിന്ധീസിന്റെ സ്ലേവ്സ് ആണ്. ഇത് ഉപാധ്യായയുടെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ പറഞ്ഞ നവാബിന്റെ വിശേഷണങ്ങൾ മുഴുവനും. അതിൻ്റെതായ അവസാന കാലഘട്ടത്തിൽ മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യയിൽ വരികയും ആ കാലഘട്ടത്തിൽ കൂടെ പോയിന്റ് അക്രോസ് ആയത് നമ്മൾ അക്ബർ ഔറംഗസീബ് വരെ ആ കാലഘട്ടത്തിൽ നമ്മൾ ക്ലിയർ ആയിട്ട് അവരുടെ അക്ബറിന്റെ കാലഘട്ടത്തെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വിചാരിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദു സബ്ജക്ട്സ് അങ്ങേരുടെ ലോയൽറ്റി, അതായത് ഹിന്ദുസ് മുസൽമാനും തമ്മിലുള്ള യൂണിറ്റിയും അതിനെ വളരെ വിശദമായിട്ട് അക്ബറിന്റെ കോർട്ടിൽ എടുത്തു പറയും. അക്ബർ ബെനവലന്റ് റൂളർ എന്നാണ് പറയാ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് അക്ബറിന്റെ ദിന്നിലാഹിയുടെ
ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ. അപ്പോൾ അവിടെ റിലേഷൻഷിപ്പ് ഹിന്ദു മുസ്ലിം യൂണിറ്റിയെ പറ്റിയാണ് എടുത്തു പരാമർശിക്കുന്നത്. അതേസമയം അതേ മുസ്ലിം ട്രേഡിൽ തന്നെ വരുന്ന മുസ്ലിം റൂളറായ ഔറംഗസേബിനെ പറ്റി വരുമ്പോൾ നമ്മൾ എന്ത് പരാമർശിക്കുന്നു? അങ്ങേര് ടോട്ടലായിട്ട് ഔറംഗസീബ് ഇന്ത്യൻസിനോടും അതായത് ഹിന്ദുസിനോടും മറാത്തോസിനോടും സിഖുകാരോടും ജാത്തിനോടും എങ്ങനെയായിരുന്നോ അക്ബർ, അതിന്റെ നേരെ എതിർവശത്താണ് ഔറംഗസീബിന്റെ ഭരണം. അപ്പോൾ ഈ പ്രൈസ് ഇന്ത്യൻ റൂളേഴ്സിനെ പറ്റി പറഞ്ഞിട്ടും എൽപിൻസ്റ്റൺ കൊളോണിയൽ ഹിസ്റ്റോറിയൻസിനെ പറ്റി പറയുന്നു, കണ്ടംപററി ഹിസ്റ്റോറിയൻസിനെ പറയുന്നു, വെസ്റ്റേൺ സിവിലൈസേഷനിൽ ആ കാലഘട്ടത്തിൽ നടന്ന വെസ്റ്റേൺ സിവിലൈസേഷന്റെ രാജാക്കന്മാരെയും പറ്റി പറയുന്നു. അത് പറഞ്ഞ് പരാമർശിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇനി അടുത്തതായിട്ട് പറഞ്ഞു വരുന്നത് ആരാണ്? ഹെൻറി എലിയറ്റും ജോൺ ഡൗസണുമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൊളോണിയൽ ഹിസ്റ്ററിനെ പറ്റിയും കോംപ്രിഹെൻസീവ് ആയിട്ട് ഇൻഡോ പേർഷ്യൻ ഹിസ്റ്ററീസിനെയാണ് എടുത്ത് പരാമർശിക്കുന്നത്. എലിയറ്റിന്റെ ബുക്കായ വർക്കിൽ അതായത് ആ ബുക്കിന്റെ പേരാണ് ബിബിലോഗ്രാഫിക്കൽ ഇൻഡെക്സ് ടു ഹിസ്റ്റോറിയൻസ് ഓഫ് മുഹമ്മദൻ ഇന്ത്യ. ഇതിൽ ഫോളോ ചെയ്ത് വരുന്നതാണ് അറബ്സ്, സിന്ധിൽ വന്നിട്ടുള്ള അറബ്സ്. ആ വർക്കിൽ അങ്ങനെ പരാമർശത്തില് 8 വോള്യത്തിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയാം, ആസ് ടോൾഡ് ബൈ ഓൺ ഹിസ്റ്റോറിയൻസ്, സ്വന്തം ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ലെവലാണ് പറയുന്നത്. പബ്ലിഷ് ചെയ്തത് എപ്പോഴാന്ന് വെച്ചാൽ മരണശേഷം 1866 മരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ മരണത്തിന്റെ ആ കാലഘട്ടത്തിൽ 1866 മുതൽ 1877 ആ സമയത്ത് ഇതിനെപ്പറ്റി എഡിറ്റ് ചെയ്യും ഫൈനലൈസ് ചെയ്യുന്നത് ജോൺ ഡൗസൺ ആണ്. പല കാരണങ്ങൾ, പല വർഷങ്ങൾ, ഡെക്കേഡ്സിൽ കൂടെ ഈ റൈറ്റിങ്സ് അല്ലെങ്കിൽ എഴുത്തുകൾ മീഡിയവൽ ഹിസ്റ്റോറി, ഇന്ത്യൻ മധ്യകാലഘട്ടത്തിലുള്ള റൈറ്റിങ്ങിനെ പറ്റി ഹിസ്റ്റോറിയൻസ് എഴുതുന്നു. ആ എഴുതുന്നതിൽ കൂടെ നമുക്ക് ആക്ച്വൽ കിട്ടുന്നത് ആ കാലഘട്ടത്തിൽ മധ്യ സമയത്തുള്ള ഇന്ത്യൻ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഏത് വിധത്തിലുള്ള പോളിറ്റി ആയിരുന്നു, ഏത് വിധത്തിലുള്ള സൊസൈറ്റി ആയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു റീപ്രൊഡക്ഷൻ ആണ് റൈറ്റിങ്സിനെ പറ്റി, മിഡീവൽ ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന റൈറ്റിങ്സിനെ പറ്റി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയുന്നത് എലിയറ്റ് പ്രൂവ് ചെയ്യുന്നുണ്ട് ഇൻഫർമേഷൻ അഗ്രികൾച്ചറൽ ഹിസ്റ്ററിനെ പറ്റിയും റൂറൽ സോഷ്യൽ ക്ലാസസിനെ പറ്റിയും കളക്ട് ചെയ്യുന്ന റവന്യൂവിനെ പറ്റിയുമാണ് 19ാം നൂറ്റാണ്ട്, അതായത് 19ാം നൂറ്റാണ്ടിന്റെ മിഡിൽ ഭാഗത്തിൽ വരുമ്പോഴത്തേക്കും പറയുന്നു. ഇവിടെ ലാർജ് ആയിട്ട് നമ്മൾ നോക്കുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലേബറിന്റെയോ ഡിലീജിയസ് ആയിട്ടുള്ള എക്സ്ട്രാക്റ്റിനെ പറ്റിയാണ്. അതിൽ കൂടി നോക്കുമ്പോൾ വന്നിട്ടുള്ളത് റീകൺസ്ട്രക്ഷൻ മുസ്ലിം ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എടുത്ത് റിഫ്ലക്ട് ചെയ്യുന്നത് എലിയറ്റിന്റെ കമ്പനിയെ പറ്റിയുള്ള പരാമർശങ്ങളിൽ കൂടിയും അതേമാതിരി തന്നെ ചരിത്രകാരന്മാരെ മാൻസ്ക്രിപ്റ്റ്സിൽ കൂടിയും നവാബ് ഓഫ് ഔദിന്റെ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു, എത്രത്തോളം ഫൈനാൻഷ്യൽ സ്ട്രെയിൻസ് വന്നു എന്നുള്ളതൊക്കെ പരാമർശിക്കുന്നു. അത് മാത്രമല്ല ഈ ഓറിയന്റലിസ്റ്റ് ആയ HS വിൽസണും ഇതിനെ പറ്റിയുള്ള ഒരു പരാമർശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ആ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ആ മുസ്ലിം റൂളിന്റെ കാലഘട്ടത്തിൽ ഇൻഡോ മുസ്ലിം ഹിസ്റ്ററി ആണ് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ അനേൽസിൽ അല്ലെങ്കിൽ ഈ റൈറ്റിംഗ്സിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ഒരു ഡ്രൈ ആയ നറേഷനാണ്. അത് ഡ്രൈ ആയ ക്രോണോളജിക്കൽ, ചരിത്രപരമായി വർഷങ്ങളെ സംബന്ധിച്ചുള്ള എന്തൊക്കെ നടന്നു എന്നുള്ള ഒരു ക്രോണോളജിക്കൽ സ്വീക്വൻസിൽ കൂടിയാണ് ഇത് പരാമർശിച്ചു പോകുന്നത്. മാത്രമല്ല കൂടാതെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചില റിവോൾട്ട്, അതേമാതിരി മർഡർ, ഇതിനെപ്പറ്റി ഫെയറി ടെയിൽസിന് മാതിരിയുള്ള ഫിക്ഷീഷ്യസ് ലെവലിൽ കൂടി മഹോപാധ്യായ പറഞ്ഞു പോകുന്നു. ഇനി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കണ്ടംപ്ലേഷൻ, ഇതേ കാലഘട്ടങ്ങളിൽ മുഗൾ എംപറേഴ്സിന്റെ കാലഘട്ടത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സെറിമണീസ് നടന്നിരുന്നു. ഒബ്സർവൻസ് ഓഫ് ദ കോർട്ട് എന്ന് പറയും.
ടൈറ്റിൽസ്, അതേമാതിരി ജ്വൽസ്, ഡ്രംസ്, അതേമാതിരി സ്റ്റാൻഡേർഡ്സ്, എലിഫൻസ്, കുതിരകൾ, ഇതിനൊക്കെ ഡിഗ്നേറ്ററീസ് ഓഫ് ദി എംപയർ എന്നാണ് എലിയറ്റ് എഴുതിയിട്ടുള്ളത്. എലിയറ്റിന്റെ എഴുത്തിൽ കൂടെ നമുക്ക് ഫിലോസഫി ഓഫ് ടീച്ചിങ് ബൈ എക്സാമ്പിൾസ് എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ നമുക്ക് മനസ്സിലായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് തേടുന്നത്? ആ കാലഘട്ടങ്ങളിൽ എഴുതിയ കാര്യങ്ങളിനെ, ആ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെ പരാമർശിച്ച് അവർ എഴുതി വരുമ്പോൾ അതിൽ കൂടിയാണ് നമുക്ക് ഈ രാജ്യത്തിനെ പറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ അറിയാൻ പറ്റുന്നത്. മിഡീവൽ വർക്കിലും ഹിസ്റ്ററി എന്തായിരുന്നു അല്ലെങ്കിൽ ചരിത്രം എന്തായിരുന്നു നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നു. ഗവൺമെന്റ് മാത്രമല്ല, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻ, ഗവൺമെന്റിന്റെ ഡിസ്കവറി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ റിലീജിയസ് റൂൾസ് എന്താ, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മുസ്ലിം റൂളിന്റെ ഒരു നെഗറ്റീവ് സൈഡും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ വളരെ ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഇന്ത്യൻ ജനതയും അതും പ്രത്യേകിച്ച് ഹിന്ദുസിന് മുസ്ലിം റൂളേഴ്സ് ഡെസ്പോട്ടിക് ആണ്, ടെറനിയലാണ്, എന്നാൽ കൂടെയും അവർ വെൽഫെയർ സബ്ജക്ട്സിനെ വെച്ചിരുന്നു. ഒപ്രഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള ലെവലില് ഫ്രീഡം, റിലീജിയസ് ഫ്രീഡം ഹിന്ദുസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹിന്ദുസ് ചില സമയത്തൊക്കെ ഹിന്ദുസിനെ അറ്റാക്ക് ചെയ്യുക, ഒരുമിച്ച് കൂട്ടക്കൊല ചെയ്യുക, എൻസെൽവ് ചെയ്യുക, അത് മാത്രമല്ല കൺവേർഷൻ നടത്തുക, മതം മാറ്റുക, ടെമ്പിൾസും വർഷിപ്പ് പ്ലേസസ് ഒക്കെ ലൂട്ട് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക, അവരുടെ സ്ത്രീകളെയും അവരുടെ സ്ലേവ്സിനെയും ഫോഴ്സ് ചെയ്ത് മാരേജിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് എലിയറ്റ്സിന്റെ പ്രിഫേസ് എന്ന് പറഞ്ഞ പബ്ലിഷ് ചെയ്ത് 1849 വന്നതിലും, അതേമാതിരി തന്നെ ലേറ്ററായ ഫേമസ് ബുക്ക്, അതിന്റെ പേര് ഹിസ്റ്ററി ഇൻ 1867, അതിൽ ക്ലിയർ ആയിട്ട് ടു നേഷൻ തിയറിനെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. അതേമാതിരി ബ്രിട്ടീഷിന്റെ റൂള്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മേജർ റൂള്, എവരി വിധത്തിലും ഹിന്ദുസിനെയും മുസ്ലിംസിനെയും, ഹിന്ദുസ് എത്രത്തോളം മുസ്ലിം ടിറണി അനുഭവിച്ചു എന്നുള്ളതൊന്നും പരാമർശിച്ചു പോയിട്ടുണ്ട്. അപ്പോ എലിയറ്റും ഡേവിസണും വളരെ ഷാർപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ മുസ്ലിം സൊസൈറ്റി അല്ലെങ്കിൽ മുസ്ലിം ഗവൺമെന്റ് എങ്ങനെയായിരുന്നു, ഫോറിനേഴ്സിനോട് എങ്ങനെയായിരുന്നു, ഗവൺമെന്റ് ലോസ് എങ്ങനെയായിരുന്നു, പോളിസീസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. കൂടാതെ ഹിന്ദുസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ, പാരമ്പര്യമായിട്ട് ഇവിടെ ഹിന്ദുസ് ആണല്ലോ കൂടുതൽ. അപ്പോൾ ഹോളായിട്ട് മിഡീവൽ പീരീഡില് ഒരു ഫ്രീഡം, എക്കണോമിക് അല്ലെങ്കിൽ പ്രോഗ്രസിനുള്ള ഫ്രീഡം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയാർഹമാണ്. ഇവിടെ റൂളേഴ്സ് ഒക്കെ എന്താ ചെയ്യുന്ന വെച്ചാല് ജസ്റ്റിസിനെ അല്ലെങ്കിൽ നിയമത്തിനെ കറപ്ഷൻ ചെയ്യുന്നു. അതേമാതിരി തന്നെ കളക്ട് ചെയ്തിട്ടുള്ള വയലൻസിനെയും ഔട്ട്റേജിനെയും വില്ലേജസിനെ അല്ലെങ്കിൽ ഗ്രാമീണരെയൊക്കെ കത്തിക്കുകയും അല്ലെങ്കിൽ ജീവനോടെ തീ കൊളുത്തുകയും, അതേമാതിരി സ്ലേവറി എന്ന് വെച്ചാൽ അടിമകളാക്കി കച്ചവടം ചെയ്യുക, അവരെ രാജ്യത്തിലുള്ളവരെ പിടിച്ചിട്ട് അവരെ അടിമ കച്ചവടം നടത്തുക, ഒഫീഷ്യലായിട്ട് നടത്തുക, ഇതിനെപ്പറ്റിയൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ കൂടെ പറഞ്ഞു പോകുന്നുണ്ട് പ്രോവിൻസസിൽ. അതായത് അവരെ എത്രത്തോളം ചൂഷണം ചെയ്യാൻ പറ്റുമോ അത്രയും ചൂഷണം ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓപ്പറേഷൻസ് ആണ് കൂടുതൽ. പിന്നെ നമ്മൾ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാല് ഹിന്ദുസിനെ മുഹമ്മഡൻസിന്റെ ഇൻസ്ക്രിപ്ഷൻസിൽ കൂടെയും അതേമാതിരി അവരുടെ വർഷിപ്പിനെ പറ്റിയും ഐഡിയൽസ് അതായത് ബിംബങ്ങളെയൊക്കെ വെട്ടിമാറ്റുക, അല്ലെങ്കിൽ പൊട്ടിക്കുക, ടെമ്പിൾസ് ഒക്കെ കൊള്ളയടിക്കുക എന്നാണ് അർത്ഥം. കൊള്ളയടിച്ചില്ലെങ്കിൽ ഫോഴ്സിബിൾ ആയിട്ടുള്ള കൺവേർഷൻ ഉണ്ട്. അതായത് ആ ഹിന്ദുവിന് മുസ്ലിം ആവാൻ താല്പര്യമില്ലെങ്കിൽ കൂടെയും താല്പര്യം ഉണ്ടാക്കി നിർബന്ധിച്ച് മതം മാറ്റിയ ശേഷം അവരെ മാരേജ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ വെച്ചാൽ കോൺഫിസ്കേഷൻ, അവരുടെ പ്രോപ്പർട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ മാനസികമായിട്ടും ആ പിക്ചറാണ് ഈ പ്രിഫേസ് ഓഫ് ഇന്ത്യ എന്നുള്ള ലെവലില് വോളിയത്തിൽ എഴുതിയിട്ടുള്ളത്, 1867 എഴുതിയിട്ടുള്ളത്. കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ബ്രിട്ടീഷ് കൊളോണിയൽ ടൈമില് ഇന്ത്യയില് പ്രത്യേകിച്ച് ഹിന്ദുസ് ഈ മുസ്ലിം കാലഘട്ടത്തിൽ 500 years ഇവർ കൺട്രോൾ ചെയ്തിട്ടുണ്ട്.
അപ്പൊ കൊളോണിയൽ ആയിട്ടുള്ള ഗവൺമെന്റ് എന്താ ചെയ്തത്? റോഡുകൾ ഉണ്ടാക്കി, കനാൽസ് ഉണ്ടാക്കി, ബ്രിഡ്ജസ് ഉണ്ടാക്കി, അതേമാതിരി ഇൻട്രൊഡ്യൂസ് ചെയ്തു പല വിധത്തിലുള്ള പബ്ലിക് വെൽഫെയർ എന്ന് പറഞ്ഞാൽ ജനസമ്മതിക്ക്, ജനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സിനാണ് പബ്ലിക് മെഷേഴ്സ് എന്ന് പറയാം. അത് കൊണ്ടുവന്നു. ഇവിടെ ബ്രിട്ടീഷ് റൂളിന്റെ ഏറ്റവും നല്ല പീരീഡാണ് എന്നുള്ളതാണ് പരാമർശിക്കുന്നത്. അതിനെ അവർ ആർഗ്യൂ ചെയ്യുന്നത് എലിയറ്റിന്റെ ഭാഷയിൽ, എലിയറ്റിന്റെ റൈറ്റിംഗ്സിൽ കൂടെ നോക്കുമ്പോൾ ഇത്രയും ഒരു ബാലൻസ് ഇല്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്ന സ്ഥലത്ത് അവിടെ ഇന്ത്യൻസിനെയും അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയും ബ്രിട്ടീഷുകാര് കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടെങ്കിൽ കൂടെയും അതിനെ ഫ്രീക്വന്റ് ആയിട്ട് എടുത്തെടുത്ത് പ്രിഡിസെസേഴ്സ് പറയുന്നു എന്ന് പറയുന്ന എലിയറ്റിന്റെ പ്രിഫേസിൽ കൂടെ അതിനെ പരാമർശിക്കുന്നു. ഇനി അടുത്ത് പറയാൻ പോകുന്നത് വിൻസെന്റ് സ്മിത്ത് ആണ്. വിൻസെന്റ് സ്മിത്ത് 1848 മുതൽ 1920 വരെ ആ കാലഘട്ടത്തിൽ ഹിസ്റ്റോറിയൻ എന്നുള്ള ലെവലിൽ ബ്രിട്ടീഷ് കോളനിയിലുള്ള ബ്രിട്ടീഷിന്റെ റൂളിലിരിക്കുന്ന കാലഘട്ടത്തിലുള്ള സാഹചര്യങ്ങൾ എന്നുള്ളതാണ് ഇതിൽ പരാമർശിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഹിസ്റ്ററി ജെയിംസ് മില്ലിന്റെ കാലശേഷം, അല്ലെങ്കിൽ ജെയിംസ് മില്ല് പറഞ്ഞ മാതിരി തന്നെ ഏർലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1904 മുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഈ റൈറ്ററിൽ കൂടെ പല വിധത്തിലുള്ള എഡിഷൻസ് എഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഓക്സ്ഫോർഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1919 അത് ഏറ്റവും ഹൈ റിഗാർഡ്സ് കിട്ടുന്ന ഒരു പുസ്തകമായിട്ട് മാറാം. ഇത് കൂടാണ്ട് അടുത്തതായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഹിസ്റ്ററി ഓഫ് ഫൈൻ ആർട്സ് ഇൻ ഇന്ത്യ ആൻഡ് സെലോൺ. ഫൈൻ ആർട്സ് എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ ഉള്ള ഏതൊക്കെ തരത്തിലുള്ള ഫൈൻ ആർട്സ് വർക്ക്, ഹാൻഡ് ക്രാഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മിഷൻ, പല വിധത്തിലുള്ള ഫൈൻ ആർട്സ് ഉണ്ട്. ഫൈൻ ആർട്സിന് ഇന്ത്യയിൽ മാത്രമല്ല, അടുത്ത് കിടക്കുന്ന സിലോണിന്റെയും ഏകദേശം ഒരേ മാതിരിയുള്ള ഒരു ഫൈൻ ആർട്സിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. കൂടാതെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഭരണഘടനയെ വിവരിച്ചു വരുന്നത് ഹിസ്റ്ററിയുടെ 1919 അപ്പോൾ ഫേം ആയിട്ടുള്ള ക്രോണോളജിക്കൽ ബേസിസിൽ, അല്ലെങ്കിൽ അതിന്റെ ഇയർ ഏതേത് വർഷം എന്തെന്ന് നടന്നു എന്നുള്ള ഓർഡറിനെയാണ് ക്രോണോളജിക്കൽ ബേസിസ് എന്ന് പറയാം. അതില് എന്ത് പറഞ്ഞു എങ്ങനെ എന്നുള്ള ഹിസ്റ്ററീസിൽ ഈ കിട്ടുന്ന പരാമർശങ്ങളാണ് വർഷമായിട്ടുള്ള നമുക്കുള്ള ഇൻഫർമേഷൻസ്. വിൻസെന്റ് സ്മിത്ത് പറയുന്നുണ്ട് ബാലൻസ് ആയിട്ടുള്ള ഇമ്പാർഷ്യൽ ആയിട്ടുള്ള വ്യൂ ഓഫ് ഇന്ത്യ. അതായത് ഓൾഡ് ഹിസ്റ്ററി എന്നുള്ളത് സ്മിത്തിന്റെ പുസ്തകം. അതിൽ കൂടെ പറയുന്നത് റൈറ്റിംഗ്സിൽ ഇന്ത്യയിലെ ഒപ്പീനിയനെ പറ്റി എടുത്തു പറയുന്നു. ഇന്ത്യൻ ഹിസ്റ്ററി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അല്ലാണ്ട് തന്നെ വാല്യൂ, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ വാല്യൂ എന്തായിരുന്നു, അതേമാതിരി ഇന്ത്യൻ ഹിസ്റ്ററിന്റെ ഒരു ന്യൂ സ്പിരിറ്റ് എന്താണ്, അഡ്രസ് ചെയ്തു വരുന്നു. ബാറ്റിൽ ഓഫ് പ്ലാസിനെ പറ്റിയൊക്കെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതി വരുമ്പോൾ അതിന്റെ ന്യൂമറസ് ആയിട്ടുള്ള മോഡേൺ പീരീഡിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി പ്രൊഫഷണൽ അപ്രോച്ച് നോക്കുകയാണെങ്കിൽ സ്മിത്തിന്റെ ഹിസ്റ്ററി അവോയ്ഡ് ചെയ്ത് വരുമ്പോൾ വാല്യൂ ജഡ്ജ്മെന്റിലും റൈറ്റിംഗ്സിലും ഹിസ്റ്റോറിക്കൽ കൊളോണിയലൈസേഷനിൽ കൂടെ പ്രൂവ് ചെയ്തു വരുന്നത് ക്ലെയിംഡ്, എന്താ പറയാ, ഇന്ത്യ ഒരു കണക്റ്റീവ് നേറ്റീവ് ആണ്, ഇമ്പാർഷ്യാലിറ്റി ഇല്ലാത്ത ഒരു നേഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതേമാതിരി തന്നെ അഡ്മിറർ ഗ്രീക്കിന്റെയും അച്ചീവ്മെന്റ്സ്, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, മിലിറ്ററി മാറ്റേഴ്സ് ഇതിനെപ്പറ്റിയും പരാമർശിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ രാജാക്കന്മാരായ ചന്ദ്രഗുപ്ത, അശോക മൗര്യ, ഈ കാലഘട്ടം 3ും 4ും സെഞ്ചുറിയിൽ, അതേമാതിരി ഗുപ്തൻ എംപററായ 4ാമത്തെ മുതൽ 5ാമത്തെ സെഞ്ചുറി വരെയുള്ള രാജാക്കന്മാരെ പറ്റിയും, ഹർഷന്റെ 7ാമത്തെ സെഞ്ചുറിയിൽ, ഇങ്ങനെ ഇന്ത്യൻ റൂളേഴ്സിനെ അല്ലെങ്കിൽ ഇന്ത്യൻ രാജാക്കന്മാരെ യൂറോപ്പിലുള്ള ഏറ്റവും നല്ല രാജാക്കന്മാരുമായിട്ട് താരതമ്യപ്പെടുത്തി എടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഹർഷന്റെ മരണശേഷം ഒരു
അവരുടെ ഫോഴ്സസിനെ ഡിസോപ്പറേറ്റ് ചെയ്യുന്ന ഫോഴ്സസിനെ ഫ്രാഗ്മെന്റേഷൻ ആക്കി മാറ്റാണ്, ചെറിയ ചെറിയ പൊളിറ്റിക്കൽ ആയിട്ട് മാറ്റുന്നു. നമ്പർ ഓഫ് എന്താ പറയുക, ചെറിയ സ്റ്റേറ്റ്സിനെ ഉണ്ടാക്കുകയും അത് കോൺസ്റ്റന്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന ഒരു രാജ്യത്തിൽ ഡ്രെയിൻ ചെയ്ത കൺട്രിയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ധനവിശേഷങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസ് പോകും എന്നുള്ളതും അവർക്ക് മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോൾ രാജാക്കന്മാർക്ക് അവരുടെ രാജ്യത്തിന്റെ അതൊരു നല്ല പോയിന്റ് അല്ല, അതൊരു വീക്ക് പോയിന്റ് ആണ്, നെഗറ്റീവ് പോയിന്റ് ആണ്. അങ്ങനെ വന്നാൽ ഒരു സ്റ്റേറ്റിൽ, ഒരു നേഷനിൽ ഇതേമാതിരി അരാജകത്വം വരികയാണെങ്കിൽ അവിടെ അവർക്ക് അറ്റാക്ക്, അതായത് ക്ഷീണമുള്ള സ്ഥലത്തെ നമുക്ക് പെട്ടെന്ന് അവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ രാജാക്കന്മാര് വീക്കായി പോവുകയും ആ വീക്കായ രാജാക്കന്മാര് ബാക്കിയുള്ള പവർഫുൾ ആയിട്ടുള്ള രാജാക്കന്മാരായ അറബ് കൺട്രിയിൽ നിന്ന് വന്ന രാജാക്കന്മാരും ടർക്കിയിൽ നിന്ന് രാജാക്കന്മാരും അഫ്ഗാൻസും ഒക്കെ അവര് വരുമ്പോഴത്തേക്കും നമ്മളുടെ രാജ്യഭരണം വീക്ക് ആയതുകൊണ്ട് നമുക്ക് എതിർക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെന്ന് പരാമർശിച്ചു പോകുന്നു. ഇതിൽ കൂടെ നമ്മൾ ഈ ബെനവലൻ ഡെസ്പോട്ടിസത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു കാരണവശാലും ഗവൺമെന്റ് ഓട്ടോക്രാറ്റിക് ആവാണ്ടുള്ള ഒരു സിറ്റുവേഷൻ വരണം. അതിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ മെയിൻറ്റെയിൻ യൂണിറ്റി ഓഫ് ലോ, അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് ലോ, റൂൾ ഓഫ് ലോ, അതേമാതിരി ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ പറ്റിയും ഒക്കെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ റീഡർക്ക് എന്താ മനസ്സിലാകുന്നത്, രാജ്യത്തിനെ പറ്റി, ഇന്ത്യ രാജ്യത്തിനെ പറ്റി നമുക്ക് എന്തറിയാൻ പറ്റുമെന്ന് വെച്ചാൽ സുപ്രീം അതോറിറ്റി ആരായിരുന്നു, എങ്ങനെയാണ് ഈ ഇവിടെ എഴുതി പിടിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മൾ പരാമർശിച്ചു പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ കൂടെ ഹിസ്റ്റോഗ്രാഫിയിൽ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് ആ കാലഘട്ടത്തിൽ കോളനി ഉള്ള സമയത്ത് ഉള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവരെന്തായിരുന്നു, അവരുടെ സ്കോളേഴ്സിന്റെ വിധത്തിലുള്ള രാജ്യഭാരങ്ങളും അവരുടെ റൈറ്റിങ്സിനെ പറ്റിയും നമ്മൾ എടുത്തു പറയുമ്പോൾ നമ്മൾക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇന്റലക്ച്വൽ ഡൊമിനിയൻസ് ആണ്. ഇന്റലക്ച്വൽ ആയിട്ടുള്ള നമ്മളുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളോ അല്ല. അപ്പോൾ അവർക്കും പുരോഗതി കൂടുതലുള്ള ഒരു രാജ്യങ്ങളാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ. അപ്പൊ എങ്ങനെയാണോ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എത്രത്തോളം വികസിച്ചിട്ടുണ്ട്, വികസനം കൂടുതലുള്ള രാജ്യങ്ങളാണ്. ആ വികസനത്തിന്റെ കൂടെയാണ് അവര്, നമ്മൾ നേരത്തെ പരാമർശിച്ചിരുന്നു, അവരുടെ ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ടൈമിലും അതേമാതിരി റിനൈസൻസ് റെഫർമേഷൻ പീരീഡിലും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ റിനൈസൻസ് റെഫർമേഷൻ എടുത്തു വരുമ്പോൾ അവിടെ മതചിന്തകളാണ്, മതത്തിന്റെ ചിന്തകളെ പറ്റിയും എന്തൊക്കെ മതത്തിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് കൺവിൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഏത് വിധത്തിലാണ് ഇൻഫീരിയർ അല്ലെങ്കിൽ ഏത് വിധത്തിൽ നമ്മൾ അവരെ കാട്ടി കുറഞ്ഞിരുന്നു എന്നുള്ളതൊക്കെ ഈ റൈറ്റിങ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കാലഘട്ടത്തിൽ ഹർഷന്റെ മരണശേഷം നമ്മൾ തീർത്തു ആ ബോണ്ട്, അല്ലെങ്കിൽ അവരുടെ ഹർഷൻ മരിച്ചു പോയ ശേഷം ആ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സുകൾ അവരുടെ ഓപ്പറേഷൻ ചെയ്തിരുന്ന ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ നാച്ചുറൽ റിസൾട്ട് കൂടിയും ചെറിയ ചെറിയ സ്റ്റേറ്റ്സ് ആക്കി മാറ്റുക, പെറ്റി സ്റ്റേറ്റ്സ്. പരസ്പരം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ തല്ലുകൂടുന്നത്, ബൗണ്ടറിനെ പറ്റി പരാമർശിക്കുന്നു, ബൗണ്ടറി കോൺഫ്ലിക്റ്റ് വരുന്നു. അതേമാതിരി രാജ്യത്തെ ഡിസ്കോസ് ചെയ്യുന്നു. ഈ കാര്യങ്ങൾ യൂറോപ്യൻ ആൾക്കാര് ഒബ്സർവ് ചെയ്തിട്ട് അതിനെപ്പറ്റി 4ാമത്തെ സെഞ്ചുറിയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും വരിക, രാജ്യത്ത് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ലോക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലെ ഒരു അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഡീഗ്രഡേഷൻ വരും. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റ് തമ്മിൽ പരസ്പരം വരുമ്പോഴത്തേക്കും ആ ഡെസ്പോട്ടിസത്തിന് ഉള്ള ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ വാല്യൂ ഇല്ലാണ്ട് ഒരു ലൈഫാണ് പോകുന്നത്. ഹിസ്റ്ററിയിൽ വാല്യൂ ഇല്ല, ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ ഡിഗ്രിയിൽ എത്രത്തോളം പ്രസന്റ് ആയിട്ടുള്ള, ഈ കാലഘട്ടത്തിൽ പ്രസന്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻസ്. അതേമാതിരി ഇന്ത്യൻ ഹിസ്റ്ററിനെ കമ്പോസ് ചെയ്യുമ്പോൾ പുതിയ സ്പിരിറ്റ് എന്താണ്, ഈ രാജ്യത്തെ പുതിയതായിട്ടുള്ള ഒരു ഓഡിയൻസ് എന്താണ്,
അവരുടെ ഹിസ്റ്ററിനെ പറ്റി നമുക്ക് എന്തറിയാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞു ബാറ്റിൽ ഓഫ് പ്ലാസിനെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കാരണങ്ങൾ എന്താണ്, ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ എന്താണ്? അതേമാതിരി തന്നെ ഇതിന്റെ ഒറിജിൻ എന്താണ്, കാലഘട്ടങ്ങളിൽ കൂടെ വരുന്ന ഒറിജിൻ എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്മിത്തിന്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും വരുന്നത്, സ്മിത്ത് പറയുന്നത് പ്രസന്റേഷനിൽ വരുമ്പോ അതോറിറ്റേറ്റീവ് സമ്മേഷൻ ആണ്. അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നോളജ് ഓതറൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ ഇതേമാതിരിയുള്ള പല വിധത്തിലുള്ള കഥകളെ പറ്റിയും വിൻസെന്റ് സ്മിത്ത് പരാമർശിക്കുന്നുണ്ട്. ഹിസ്റ്ററിയിൽ ബാലൻസ് ഉണ്ടോ, ഇമ്പാർഷ്യൽ വ്യൂവിലാണ് സ്മിത്ത് എഴുതി വരുന്നത്. അപ്പോൾ സ്മിത്തിന്റെയും അതേമാതിരി തന്നെ ഓക്സ്ഫോർഡ് ഹിസ്റ്ററി സ്മിത്ത് എഴുതുന്നുണ്ട്. ഇവിടെ ഹിസ്റ്ററി ഇന്ത്യൻ റൈറ്റിംഗ്, ഇന്ത്യയെ പറ്റിയുള്ള പരാമർശം, ഇന്ത്യയെ പറ്റിയുള്ള എഴുത്ത്, ഒപ്പീനിയനില് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഹിസ്റ്ററി ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ തുടങ്ങാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് തുടങ്ങേണ്ടി വന്നത്? അപ്പൊ സർട്ടൺ ആയിട്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്ന, ഒരു കാരണങ്ങൾ വാലിഡ് ആയിട്ടുള്ള എയ്ഡ് വേണം. വാലിഡ് ആയിട്ടുള്ള ന്യൂമറസ് പ്രോബ്ലംസ് മോഡേൺ ഇന്ത്യയിലുണ്ട്. അപ്പോൾ മോഡേൺ ഇന്ത്യയിൽ കൂടെ നമ്മളുടെ സ്പർശിച്ചു പോകുന്നത് മോഡേൺ ഇന്ത്യയാണ്. അപ്പൊ മോഡേൺ ഇന്ത്യയിൽ കൂടെ നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? കാരണങ്ങൾ നമുക്കറിയണം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തത് കൊണ്ടും, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അറിയപ്പെടുന്നത് എന്താന്ന് വെച്ചാല് വളരെ വാല്യൂ ആയിട്ടുള്ള ബാലൻസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അപ്പോ എസ്റ്റിമേഷൻ ആണ്. ഇവിടെ മിസറീസ് ആണ് കൂടുതൽ കാണുന്നത്. മിസറീസും അതിന്റെ പ്രസന്റും ഫ്യൂച്ചർ ജനറേഷൻസും പരസ്പരമുള്ള ഡിസ്പ്യൂട്ട്, ക്ലെയിം, ആര് അടുത്ത അവകാശി, ആര് ഡിസ്പ്യൂട്ട് വരുമ്പോ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്, അടുത്ത രാജ്യഭരണം എടുക്കുന്നത് ആര്. ഇതേമാതിരി തന്നെ വാല്യൂ ആയിട്ടുള്ള റെഗുലേഷൻ ആയിട്ടുള്ള സക്സഷൻ ഇല്ല. സക്സഷൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി തന്നെ മുന്നിലേക്ക് വരുന്ന രാജാവ്, ഒരു രാജാവ് മരണപ്പെടുമ്പോൾ അടുത്ത അവകാശി അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ കൂടുതലായിട്ടുള്ള വഴക്കുകൾ ഉണ്ടാവുകയും ഈ വഴക്കുകളിൽ കാര്യമായിട്ട് ഇന്ത്യയിൽ അത് വളരെ വിപുലമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഹാഫ് എ സെഞ്ചുറിയിൽ ഒപ്പീനിയനിൽ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. മാത്രമല്ല 10 തരത്തിലെ ഡിമിഷൻ അവരുടെ ഇന്ത്യൻ ടൈംസിനെ പറ്റി എടുത്തു പറഞ്ഞു വരുന്നുണ്ട് നമ്മളുടെ കാലഘട്ടത്തിൽ. രാജാക്കന്മാര് ഇന്ത്യൻ രാജാക്കന്മാര് ജസ്റ്റിസ് എന്ന് വെച്ചാൽ നിയമം, ആ നിയമത്തിനെയൊക്കെ കറപ്റ്റ് ആക്കുന്നു എന്ന് വെച്ചാൽ തെറ്റായ മാർഗത്തിൽ കൂടെ എടുക്കുമ്പോൾ അവരെന്താ ചെയ്യുക? റവന്യൂ, രാജ്യത്തിലുള്ള റവന്യൂനെ, സ്റ്റേറ്റ് റവന്യൂനെ ഒന്നില്ലെങ്കിൽ കളക്ട് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ കളക്ട് ചെയ്യുമ്പോൾ മാൽ പ്രാക്ടീസ് വരുമ്പോഴത്തേക്കും അവിടെ വയലൻസ് വന്നാൽ അടിപൊളി വരും, അല്ലെങ്കിൽ ദേഷ്യം വരും. അപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള വില്ലേജിൽ താമസിക്കുന്നവർക്കും അതേമാതിരി തന്നെ അവിടെ വേറെ വിധത്തിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഇത് എഫക്റ്റ് ആവുന്നുണ്ട്. ഇപ്പൊ ഏത് ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയാം ഇവരൊക്കെ ഒരു പാരസൈറ്റ് ഇൻ ദ സെൻസ് ലൈക്ക് ഒരു ബ്ലഡിനെ വലിച്ചെടുക്കുന്ന ഒരു ജീവിനെയാണ് നമ്മൾ പാരസൈറ്റ് എന്ന് പറയാ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോവിൻസസിലൊക്കെ ജീവിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒപ്രഷൻ കൂടുതലാണ്. ഒപ്രഷനിൽ കൂടെ അവര് ആ രാജ്യത്തിന്റെ അടിച്ചമർത്തൽ കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ ഈ നേഷണൽ ഹിസ്റ്ററിയിൽ നമ്മൾ 1867 ബ്രിട്ടീഷുകാരുടെ അഡ്വാൻസ്മെന്റ് എല്ലാ വിധത്തിലും ഓരോരോ സ്റ്റെപ്പിലും അവര് അഡ്വാൻസ് ചെയ്ത് വരുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ മുസ്ലിമിനെയും ഹിന്ദുസിനെയും നമ്മൾ ബ്രിട്ടീഷ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിന്റെ ഇത് പഠിക്കുമ്പോൾ അറിയാൻ പറ്റും, അവര് ചെറിയ കാര്യങ്ങൾ വിത്ത്, അതായത് വിഭജനത്തിന്റെ വിത്ത്, വിഭജനം എന്ന് പറഞ്ഞാൽ ഡിവിഷനിന്റെ വിത്ത് കൊടുത്തത് ബംഗാളിലാണ്. അതായത് ബംഗാളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, വെസ്റ്റ് ബംഗാൾ ഈസ്റ്റ് ബംഗാൾ എന്നുള്ള രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ അവര് കൊണ്ടുവന്ന ടേം എന്താ വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ഡിവിഷൻ ചെയ്യുന്നു എന്നാണ്. പക്ഷെ ആക്ച്വലി അതല്ല. ആക്ച്വലി അവിടെ എന്താ നടന്നത്?
മുസ്ലിംസിന്റെയും ഹിന്ദുസിന്റെയും യൂണിറ്റിനെ തകർക്കണം. മാത്രമല്ല അവര് ഹിന്ദുസിനെ അവർക്ക് മുസ്ലിം എന്ന് പറയുമ്പോൾ മുസ്ലിം റൂളേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയിലത്തെ മുസ്ലിംസ് അല്ല, അവര് പുറത്തുനിന്ന് വന്നവരാണ്. അപ്പൊ ഈ പുറത്തുനിന്ന് വന്നവരുടെ രാജ്യഭാരം കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ആരായിരിക്കും സബ്ജക്ട്സ് ആയിട്ട് വരിക? ഹിന്ദുസ് ആണ്. അപ്പൊ ഈ മെഡീവൽ പീരീഡ് മുഴുവൻ നമ്മൾ ഇതാണ് കാണുന്നത്. എല്ലാ വിധത്തിലുള്ള വിദ്വേഷങ്ങളും അല്ലെങ്കിൽ വിദ്വേഷങ്ങളുമാണ് നമ്മൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒപ്രസ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള റിലീജിയനെ തൊട്ട് കളിക്കുമ്പോൾ എപ്പോഴും അത് പ്രശ്നമാവും. കാരണം റിലീജിയൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ സെന്റിമെന്റൽ വാല്യൂസ് ഉള്ളതാണ്. ആ സെന്റിമെന്റൽ വാല്യൂസിലാണ് ഈ ഡിവിഷൻ വന്നത്. ഡിവൈഡ് ചെയ്തെടുത്തു. അതിന്റെ പരിണാമമായിട്ടാണ് നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ സമയത്ത് നമ്മൾ കാണുന്നത് ടു നേഷൻ തിയറി. ടു നേഷൻ തിയറി എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ എന്താ പറയുന്നത്, ഇന്ത്യനെ ഒന്നില്ലെങ്കിൽ ഇന്ത്യനെ 2 രാജ്യമായിട്ട് വിഭജിക്കുക. അതായത് പാകിസ്ഥാൻ എല്ലാ മുസ്ലിംസും താമസിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറ്റിയെടുക്കുക. ഇന്ത്യ ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്തിട്ട് അതുകൊണ്ടാണ് നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അതേ സമയം തന്നെയാണ് പാകിസ്ഥാനും വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടു ഡിവിഷൻ ബേ ഓഫ് ബംഗാളില് വെസ്റ്റ് ബംഗാൾ ഈസ്റ്റ് ബംഗാൾ ഡിവിഷൻ ടൈമില് ഒരു മുസ്ലിംസ് ഒക്കെ ഒരു സൈഡിലേക്ക് പോവുക, അതേമാതിരി ഹിന്ദുസ് വേറൊരു സൈഡിലേക്ക് മാറുക. അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് എന്ന് പറഞ്ഞിരുന്നാൽ കൂടിയും അതിന്റെ അർത്ഥം അതല്ല. അവിടെ നടന്നത് മുഴുവനും ഒരു വിധത്തിലുള്ള ഡിവിഷനാണ്. മാത്രമല്ല അവരെ മുസ്ലിംസിനെ അവർ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. പലവിധ സ്പെഷ്യൽ കൺസെഷൻസ് കൊടുത്തിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് കൺസെഷൻ കൊടുത്തിട്ട് അങ്ങനെ വരുമ്പോൾ മാനുഷികമായിട്ട് മനസ്സിൽ എന്താ വിത്ത് വിതയ്ക്കുന്നത്? നമ്മൾ വേറെയാണ്, നിങ്ങൾ വേറെയാണ് എന്നുള്ള ഒരു റൂളാണ് വരുന്നത്. വിഭജിക്കുന്നു, ഹിന്ദുസിന്റെയും മുസ്ലിംസിനെയും വിഭജിക്കുന്നു. വിഭജിച്ചു വരുമ്പോൾ അവരുടെ യൂണിറ്റി കുറയും, അല്ലെങ്കിൽ അവരുടെ ഒരുമത്വം കുറയും, വെൽഫെയർ വിഷസ് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഹിന്ദുസിന് സാധാരണമായിട്ടും മുസ്ലിംസിനോട് ദേഷ്യം തോന്നും, അതേമാതിരി മുസ്ലിംസിനോട് ഹിന്ദുസിനോടും ദേഷ്യം വരും. അപ്പൊ ഇങ്ങനെ നമ്മള് ബാബരി മസ്ജിദ് ഇഷ്യൂവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ മുസ്ലിം റിലീജിയസ് ഇതിനെ അവർ ഉടയ്ക്കാൻ കാരണം എന്തായിരുന്നു? അവരുടെ വിശ്വാസങ്ങൾ പ്രകാരം അവിടെ ശിവലിംഗമുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുസിന്റെ വർഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഹിന്ദുസിന്റെ ദേവതകളുടെ സാന്നിധ്യം, ഇങ്ങനെയൊക്കെ പല വിധത്തിൽ പറയും. മാത്രമല്ല ഇവർക്ക് ജീവിക്കാനുള്ള ഒരു സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു വിധത്തിലേക്ക് അത് ഡെവലപ്പായി. അപ്പോൾ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അതായത് ഇന്ത്യൻ നമ്മളുടെ ചരിത്രം ബ്രിട്ടീഷ് ടൈം അല്ലെങ്കിൽ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നോക്കുമ്പോൾ ഒരുപാട് മിസ്യൂസ് ആയിട്ടുള്ള ഗെയിംസ് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതിൽ കൂടെയാണ് അവരുടെ സ്ട്രെങ്ത്തിനെ അവരുടെ യൂണിറ്റിനെ തകർത്തെറിയുമ്പോൾ അവിടെ രാജാക്കന്മാര് വെറുതെ നോക്കുകുത്തിമാരി ആയി പോകുന്നു. അപ്പോൾ ഇവർക്ക് ദേഷ്യം വരും. അതേമാതിരി ബെനിഫിറ്റ് കിട്ടുമ്പോൾ, ബ്രിട്ടീഷിൽ നിന്നുള്ള ബെനിഫിറ്റുകൾ കിട്ടുമ്പോൾ അവർക്ക് അതിനെപ്പറ്റിയാണ് ഹിന്ദു ഫിലോസഫിയില് അവർക്ക് വളരെ എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഈ നോട്ടിൽ നേറ്റീവ് ആയിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്റോറിയൻ എന്തായിരിക്കും പറയാ? ബാഡ് വൺസ് അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ളവര് റാഡിക്കൽ ട്രൂത്ത് എടുത്ത് നോക്കുമ്പോൾ ഹെറിഡിറ്ററി പ്രകാരം വരുമ്പോൾ സെക്ഷൻ എടുത്ത് പറയുമ്പോൾ നറേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഫിലോസഫി വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ലെസൺസ് അതിൽ നിന്ന് നമുക്ക് പഠിക്കണം. ആ ലെസൺസിൽ കൂടെ നമ്മൾ പൊളിറ്റിക്കൽ ട്രാൻസാക്ഷൻസ് എടുക്കണം. ആ പൊളിറ്റിക്കൽ ട്രാൻസാക്ഷൻ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഹിസ്റ്ററി ഇന്ത്യൻ അനലൈസ് ചെയ്തു വരുന്നത് സൊസൈറ്റിന്റെ കണ്ടംപ്ലേഷൻ അല്ല. അതേസമയം കൺവെൻഷണൽ യൂസേജസ് ആണ് അവർ ഉപയോഗിക്കുന്നത്. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രിവിലേജസ് എന്താണ്, എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് പ്രിവിലേജസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ
കോൺസ്റ്റിറ്റ്യൂയൻ്റ് ആയിട്ടുള്ള മ്യൂച്വൽ റിലേഷൻഷിപ്പ് അഫക്റ്റ് ആവും. ആ എസ്റ്റാബ്ലിഷ്ഡ് ആയ ക്ലാസ്സസിൽ കൂടെ പോപ്പുലേഷൻ, അതായത് പോപ്പുലർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ കാലഘട്ടങ്ങളിൽ ഉള്ളത് മുഴുവൻ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണോ, ചരിത്രത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോമേഴ്സ് ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, ഇന്റേണൽ പോലീസ് ഉണ്ട്, ലോക്കൽ ജുഡീഷ്യറി ഉണ്ട്. ഇതൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഈ മുഗൾ രാജകാലത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്നത്. അപ്പൊ ഈ വിധത്തിൽ ഓരോരുത്തരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അവിടെ കണ്ടതിന്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പറ്റും, ഈ ഹിസ്റ്റോറിയൻസ് ഹയർ റാങ്കിലുള്ളവരും എന്തൊക്കെ തരത്തിലുള്ള കോൺഫറൻസിൽ കൂടി സ്പെക്കുലേഷൻ ചെയ്തു പോകുന്നു, കാരണങ്ങളും എഫക്റ്റും. അതായത് എന്ത് കാരണം, അതിനുശേഷം എന്ത് എഫക്റ്റ്. ആ റിലീജിയസ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു സജഷൻ എന്തുകൊണ്ട് അത് മോസ്റ്റ് കണ്ടംപ്ലേറ്റീവ് ആയിട്ട് വന്നില്ല. അതേമാതിരി തന്നെ ഒബ്സർവേഷൻസ് കൂടെ മൊണോട്ടണി ഇതിനെപ്പറ്റിയും റിവോൾട്ടിനെ പറ്റിയും അതേമാതിരി മേർഡറെ പറ്റിയും നമ്മൾക്ക് ഒരു സ്വപ്ന ലോകത്തിലുള്ള കഥകൾ എന്നുള്ള ലെവലിലോ അല്ലെങ്കിൽ ഒരു ഭ്രമത്തിലുള്ള കഥകൾ എന്ന ലെവലിലാണ് ഈ ഹിസ്റ്റോറിയൻസ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവര് സുഖമായിട്ട് ആ മനുഷ്യന് എല്ലാവിധമായ എഴുത്തുകളെയും പരാമർശിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിൽ ഈ വിചാരങ്ങൾ വന്നു വരുമ്പോൾ അവരെന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കാണുന്നത് എന്താണോ അവർ അതിനെ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഏജൻസീസ്, ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള ഏജൻസികൾ പറയുന്നതും അവരുടെ ലോസ്, അവരുടെ നിയമം, അവരുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ അല്ലെങ്കിൽ ഇന്ത്യനെ ഒരു 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 ഒരുമിച്ചിട്ടുള്ള ഒരു കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തിൽ വരുമ്പോൾ അവർക്ക് വിഷമം തന്നെ വരുള്ളൂ. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയെടുക്കുകയും അവരുടെ മതപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടുള്ള ഒരു വിഷമമാണ് ഈ ഹിസ്റ്റോറിയൻസ് എഴുതിയതിലൊക്കെ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് വെച്ചാല്, ഈ ഫ്രീക്വന്റ് ആയിട്ടുള്ള, അതായത് അടുപ്പിച്ചിട്ടുള്ള തിരിച്ചു വരുന്ന റിക്കറൻസ്, ഏറ്റവും കൂടുതൽ ഹാഫ് സെഞ്ചുറിയിലെ ഡോമിനേഷൻ, അവരുടെ ഡോമിനേഷൻ സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് നോക്കുകയാണെങ്കിലോ ആൾക്കാർക്കുള്ള വിഷമങ്ങൾ, ഇതൊക്കെ നോക്കുമ്പോൾ അത്രയ്ക്ക് നല്ല വിധത്തിലുള്ള ചരിത്രകാരന്മാരായിട്ടാണ് നമുക്ക് കിട്ടുന്നില്ല എന്നാണ് എലിയറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ എലിയറ്റിന്റെ വേർഡ്സിൽ കൂടെ നമ്മൾ പരാമർശിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഉദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ മാറ്റേഴ്സ് ആണ്, നമുക്ക് അറിവാണ് നമ്മൾ കിട്ടിയിരുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് മാൻസ്ക്രിപ്റ്റ്സോ അല്ലെങ്കിൽ കോളേജസിലോ അങ്ങനെയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോ കിട്ടുന്ന അറിവ് അവനവന് തോന്നുന്നത് വിധത്തിലാണ് അവർ അതിനെ പരാമർശിച്ച് എഴുതിയിട്ടുള്ളത്. ആ അറിവിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ കഥകൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഈ കഥകളിൽ കൂടിയാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ കൊളോണിയൽ ഹിസ്റ്റോഗ്രാഫിയിൽ എന്താ എടുത്തു പറഞ്ഞിട്ടുള്ളത്, കോളനി മുഖാന്തരമായിട്ട് വരുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതേമാതിരി സ്കോളേഴ്സ്, ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന വിദ്വാൻമാര് എന്താണോ കോളനി റൂളിൽ കോളനി ഭരണ സമയത്ത് കണ്ടിരുന്നത്, അതേമാതിരി ഹിസ്റ്ററി റൈറ്റിങ്ങിനെ പറ്റി, ഇന്ത്യൻ കഥയെ പറ്റി എഴുതാനുള്ള ഒരു ആരംഭം, അല്ലെങ്കിൽ ഇന്ത്യൻ കഥ യൂറോപ്യൻ ഫോമിലാണോ അല്ലെങ്കിൽ നമ്മളുടെ ഫോമിലാണോ എന്നുള്ള എഴുതാനുള്ള ഒരു പരിശ്രമങ്ങൾ അത് കാണുന്നു. നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ ഈ ഡിഫറൻസസ് ഇംഗ്ലണ്ടിൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിൽ എങ്ങനെയായിരുന്നു, അതിന്റെ വ്യത്യാസങ്ങൾ ഇവിടെ ഹിസ്റ്റോറിയൻസ്, ഇവിടുത്തെ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് അതിനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് അറിയുന്നത്. വെസ്റ്റേൺ സിവിലൈസേഷനും ബ്രിട്ടീഷ് റൂളും
ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് റൂളിനെയും കണ്ടിന്യൂസ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോയോ? ഹിസ്റ്ററി റൈറ്റേഴ്സിന് എന്താ പറയുന്നത്? ഓവറായിട്ടുള്ള 20 സെഞ്ചുറി, 200 സെഞ്ചുറി, 2 സെഞ്ചുറീസ് കാലഘട്ടം 18-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ എന്ന് പറഞ്ഞ ഐഡിയോളജിക്കലായിട്ട് ജസ്റ്റിഫിക്കേഷൻ കൊളോണിയൽ പവറിനെ പറ്റി അവർ പറഞ്ഞ് അവരത് ആ കാലഘട്ടം അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അതോടുകൂടി തന്നെ നമുക്ക് ഈ യൂണിറ്റ് ഇവിടെ തീരുകയാണ്. അടുത്ത യൂണിറ്റിൽ നമ്മൾ വീണ്ടും ഒരു യൂണിറ്റോടുകൂടി ഈ പുസ്തകം അല്ലെങ്കിൽ ഈ 144ന്റെ അത് അടുത്ത യൂണിറ്റ് 18 നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ തുടർന്ന നാഷണലിസത്തെ പറ്റിയും നാഷണലിസ്റ്റ് ഇന്ത്യയിൽ വന്ന നാഷണൽ ഫീലിങ്സിനെ പറ്റിയും ആയിരിക്കും പരാമർശിക്കാൻ പോവുക. നന്ദി, നമസ്കാരം.